ഗൈസ്, എൻ്റെ ഫ്രണ്ട് ഇന്നലെ എന്നോടൊരു അനുഭവം ഷെയർ ചെയ്തു. അവൻ എന്നോട് പറഞ്ഞു, ഈ കാര്യം നീ എന്തായാലും ഒരു വീഡിയോ ആക്കിയിട്ട് പറയണം. അപ്പോൾ ആ കാര്യം കേട്ടപ്പോൾ എനിക്കും തോന്നി, ഇതൊരു വീഡിയോ ആക്കി ചെയ്താൽ ഏതെങ്കിലും ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെടും. അവൻ പറഞ്ഞത്, അവനിക്കൊരു കോള് വന്ന നാട്ടിൽ നിന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനിക്ക് കുറേ കാലമായിട്ട് ശമ്പളമൊന്നും കിട്ടുന്നില്ല, മോന് സാലറി ഒന്നും അയക്ക്, ചിലവിന് പൈസ അയക്കുന്നില്ല, നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കടമൊക്കെ വാങ്ങിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര വിഷമം പറഞ്ഞപ്പോൾ ഇവനെന്താക്കി, അവൻ ജോലി ചെയ്യുന്ന വർക്കാലയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് എല്ലാ മാസവും സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പൈസ ഇവിടെ പോയി. അങ്ങനെ അവൻ്റെ റൂമിലൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഈ ജോലി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഈ ടിക്ടോക്കിലൊക്കെ കാണുന്ന ലൈവിൽ കാണുന്ന പല പെൺപിള്ളേർക്കും പല സെലിബ്രിറ്റികൾക്ക് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടും പല കാര്യങ്ങളായിട്ട് പൈസ ഇങ്ങനെ ചിലവാക്കുക. ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. കാരണം ഇവൻ്റെ കുടുംബം പട്ടിണിയായ കാര്യം ഇവൻ അറിയില്ല. കാരണം ഇവൻ വേറെ ഏതോ ലോകത്തുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് വക്കാലയിലും റെസ്റ്റോറൻറ്റിലും അങ്ങനെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബക്കാർ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ടിക്ടോക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പൈസ ഒന്നും കൊണ്ടുപോയി കളയാതിരിക്കുക. അങ്ങനെ കളയുന്ന പൈസ ഉണ്ടെങ്കിൽ പാവങ്ങളെ സഹായിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ആയിട്ട് വിട്ട് കേടെങ്കിലും. ഇത്ര കാലം നിങ്ങളിങ്ങനെ 14-15 മണിക്കൂർ പണിയെടുക്കാൻ